ചാനൽ. ഞാൻ ഞങ്ങളുടെ സ്വന്തം സന്ധ്യാശേഖറാണ്. ഇന്ന് ഇപ്പോൾ കുറച്ച് നാളത്തേക്ക് എനിക്ക് കിച്ചൺ ഡ്യൂട്ടി കിട്ടിയിരിക്കുകയാണ്. അമ്മയ്ക്കൊരു ചെറിയ സർജറി, ഒരു നീ ട്രാൻസ്പ്ലാന്റേഷനൊക്കെ നടന്നിരിക്കുകയാണ്. അപ്പോൾ അമ്മ കംപ്ലീറ്റ് റെസ്റ്റിലാണ്. അപ്പോൾ ഞാനാണ് ഈ ഫുഡെല്ലാം ഉണ്ടാക്കുന്നത്. ഒപ്പം എന്നെ സഹായിക്കാനായിട്ട് ചേച്ചിയുണ്ട് കേട്ടോ. ചേച്ചി എന്നെ ഹെൽപ്പ് ചെയ്യാനായിട്ട് രാവിലെ വരും, വൈകിട്ട് ചേച്ചി പോയിട്ടുള്ളൂ. അങ്ങനെ ചേച്ചി ഉള്ളതുകൊണ്ട് എനിക്കൊരു സഹായമാണ്. ചേച്ചിയെ പറയുകയാണെങ്കിൽ ചേച്ചിക്ക് ചെവി കേൾക്കത്തില്ല, ചേച്ചി സംസാരിക്കാൻ പറ്റത്തില്ല. പക്ഷെ ചേച്ചി പറയുന്നതെല്ലാം, ഞാൻ പറയുന്നതെല്ലാം ചേച്ചിക്ക് മനസ്സിലാവും, ചേച്ചി പറയുന്നതെല്ലാം എനിക്ക് മനസ്സിലാവും. അപ്പം എൻ്റെ വീട്ടിൽ എനിക്ക് എല്ലാ കാര്യങ്ങൾക്കും ഹെൽപ്പ് ചെയ്യുന്നത് ചേച്ചി. അപ്പം ഇന്നത്തെ കൂട്ടാൻ എന്താണെന്നറിയാവോ? ഇന്നത്തെ കൂട്ടാൻ ഇത് കൊഞ്ചും മാങ്ങയും കൂടി ഇട്ട് കൂട്ടാൻ. നല്ല സൂപ്പറും നല്ല മുഴുത്ത കൊഞ്ചാണ് കിട്ടിയിരിക്കുന്നത്. കണ്ടോ, നല്ല സൂപ്പർ കൊഞ്ചും മാങ്ങയും കൂടിയിട്ട് കൂട്ടാൻ വെച്ചിരിക്കുകയാണ്. കണ്ടോ, നല്ല സൂപ്പറാട്ടോ. ഞാനുണ്ടാക്കിയതാണ്, എനിക്കറിയാൻ വയ്യ. ഇന്നലെ മീൻ കൂട്ടാൻ ഉണ്ടാക്കിയത് അത് കാശിക്കുട്ടൻ വെറുതെ കൊള്ളത്തില്ല, അമ്മയും വെറുതെ കൊള്ളത്തില്ല. അത് കാരണം ഉപ്പൊന്നും കൂടിപ്പോയി. പക്ഷേ ഞാൻ സ്വന്തമായിട്ടുണ്ടാക്കുന്ന കൂട്ടാൻ ഞാൻ വളരെ ആസ്വദിച്ച് കഴിച്ചു. ഞങ്ങൾ രണ്ടും നല്ലതല്ലേ, ഞാൻ ഉണ്ടാക്കുന്നതല്ലേ എൻ്റെ പാവം ചേച്ചിയും കഴിക്കുന്നുണ്ട്. ഞങ്ങൾ രണ്ടും നല്ലതായിട്ട് ആസ്വദിച്ച് കഴിക്കുന്നുണ്ട്. പക്ഷേ പിന്നെ ഇവരെല്ലാം കുറ്റം പറയുന്നത്. പിന്നെ ചേച്ചി മീൻ എനിക്ക് വെട്ടിത്തന്നു. അപ്പം ഞാനത് പ്രിപ്പറേഷൻസൊക്കെ ഇല്ലേ, മീൻ വറക്കാനിട്ടു. കൊച്ചയിലാണ് കിട്ടിയത്, അത് വറക്കാനിട്ടു. അരി എടുത്തേ കിടക്കുന്നു, അതെന്തോ ആയോ. അപ്പോൾ ചേച്ചി അരി അവിടെ അടുപ്പയിലെല്ലാം ഞാൻ അരി ഇട്ടായിരുന്നു. ചേച്ചി തീയൊക്കെ നോക്കി, അപ്പം അത് ഓക്കെ ആയി. ഇനി അടുത്തത് ഒരു കറിയും കൂടെ വെക്കണം. മീൻ മങ്കടയുണ്ട്, ദേ കൊച്ചയിലുണ്ട്. ഇത് പിന്നെ ഇനി നാളത്തേന് നമുക്ക് എടുക്കാൻ വേണ്ടി മാറ്റി വെച്ചിരിക്കുകയാണ്. ഇത് മങ്കടയാണ്. ദേ കണ്ണോടുകൂടി കാശിക്കുട്ടിനും മുളൂട്ടിക്കും ഒക്കെ ഈ കണ്ണ് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം മങ്കട കൂട്ടാൻ വെക്കണം. അടുത്തൊരു ടാസ്ക് കേട്ടോ, മങ്കട കൂട്ടാൻ വെക്കണം. അപ്പം ഇപ്പം ഞാൻ കുറേ നാളായി ഒരു പ്രോഗ്രാംസൊക്കെ ഇട്ടിട്ട് സമയം വെച്ച് കഴിഞ്ഞാൽ സമയമില്ല. ഒന്നാമത്തെ കാര്യം ഹോസ്പിറ്റലിലൊക്കെ ആയിരുന്നു, അമ്മയ്ക്ക് സർജറി ആയിരുന്നു, ഹോസ്പിറ്റലിലായിരുന്നു. പിന്നെ എനിക്ക് ഭയങ്കര പനിയായിരുന്നു, 8 ദിവസം ഭയങ്കര പനിയായിരുന്നു, റെസ്റ്റായിരുന്നു. പിന്നെ അമ്മയെ ഹോസ്പിറ്റലിൽ നോക്കാൻ ഒരു ആൻറ്റി ഉണ്ടായിരുന്നു. ആ ആൻറ്റി രാവിലെ വരും, അമ്മയെ കുളിപ്പിക്കാനും അമ്മയുടെ കാര്യങ്ങളൊക്കെ നോക്കാൻ ആൻറ്റി വരും. ആൻറ്റി രാവിലെ ഒരു 8 മണിയായിട്ട് വന്നിട്ട് ഒരു 11 മണിയാകുമ്പോൾ ആ ആൻറ്റി പോകും. അത് ഞാൻ നാളെ കാണിക്കാം ആൻറ്റിയൊക്കെ കേട്ടോ. പിന്നെ എന്നെ സ്ഥിരം സഹായിക്കാൻ നിൽക്കുന്നത് ഈ ചേച്ചിയാണ്. ഞങ്ങളുടെ വീട്ടിലെ സ്ഥിരം ഒരാളാണ് ചേച്ചി. അപ്പോൾ അങ്ങനെ ചേച്ചി ഉള്ളതുകൊണ്ട് നമുക്ക് ഭയങ്കര സഹായമാണ്. തൂക്ക് തുടപ്പ് ഇതെല്ലാം ചേച്ചിയെ കിട്ടിയിട്ടുള്ളത്. ഇങ്ങനെ ഇങ്ങനെയൊക്കെയുള്ള പരിപാടിയാണ്. ഇപ്പം സത്യം പറഞ്ഞാൽ ഫിനാൻസിലോട്ട് പോകുന്നില്ല, അവിടെ സ്റ്റാഫ് ഉള്ളതുകൊണ്ട് അവിടെയും സേഫായിട്ട് ഇങ്ങനെ ഇരിക്കുന്നു. ഇപ്പം കൺസ്ട്രക്ഷൻ വർക്ക് അവിടെയും നമ്മുടെ സൂപ്പർവൈസർ ഉള്ളതുകൊണ്ട് അവിടെയും വലിയ കുഴപ്പമില്ല. അപ്പം ഞാനിപ്പോൾ അമ്മയെ പരിപാലിച്ച് കിച്ചണിലേക്ക് കാര്യം നോക്കി. പിള്ളേരുള്ള കുട്ടിയിലെ അവർക്ക് ഭക്ഷണമൊക്കെ കൊടുക്കണം. ശരിക്കും ഭയങ്കര ഇത് കാരണം എന്താണെന്ന് അറിയാം, കറണ്ടില്ല. അപ്പോൾ ഭയങ്കരമായിട്ട് വേർക്കുന്നു. അപ്പോൾ ഇതാണ് എൻ്റെ വിശേഷങ്ങൾ. ഞാൻ അതുകൊണ്ടാണ് കുറച്ച് ദിവസം വീഡിയോസ് ഒന്നും ചെയ്യാതിരുന്നത്. പിന്നെ കാശിക്കുട്ടനായാലും മീനില്ലാതെ കാശിക്ക് ചോറിറങ്ങത്തില്ല. അതിനപ്പുറമാണ് എൻ്റെ മോക്ക്. ഒരു ശകലം പോലും മീനില്ലാതെ അവൾ ചോറുണ്ണത്തില്ല. അപ്പം അതുകൊണ്ടാണ് മീൻ ഇവിടെ ബൾക്കായിട്ട് മീൻ വാങ്ങിച്ചു വെച്ചാലേ പറ്റത്തുള്ളൂ. അപ്പം അങ്ങനെ പോകുന്നു. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം വരുന്നതുകൊണ്ട് ഞാൻ വൈൻഡപ്പ് ചെയ്യുകയാണേ. ഓക്കെ.